ദി ലെജൻഡറി വെഹിക്കിൾ ടാറ്റ സഫാരി. അപ്പോൾ എൻ്റെ പുറകെ കിടക്കുന്ന വണ്ടി എന്ന് പറയുന്നത് ഞാൻ 5 വർഷമായിട്ട് ഉപയോഗിക്കുന്ന ഒരു വാഹനമാണ്. 2008 മോഡൽ 2.2 ലിറ്റർ ഡൈക്കോർ വാഹനമാണ് എൻ്റെ ഈ പുറകെ കിടക്കുന്ന വാഹനം. ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് 2024-ലാണ്. ടാറ്റ എന്ന വാഹന നിർമ്മാണ കമ്പനി 1986-ലാണ് അവരുടെ വാഹന നിർമ്മാണങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അന്ന് ടാറ്റ മോട്ടോഴ്സ് എന്നല്ല പേര്, ടാറ്റ ടെൽക്കോ എന്നാണ് പേര്. ഇപ്പോൾ നിലവിൽ നമ്മുടെ തന്നെ യൂട്യൂബ് ചാനലിൽ ലേറ്റസ്റ്റ് ആയിട്ട് ടാറ്റ മോട്ടോഴ്സിന്റെ ചെയ്ത വാഹനം എന്ന് പറയുന്നത് ടാറ്റയുടെ കർവ് ഡീസൽ മാനുവൽ വണ്ടിയുടെ വീഡിയോ ആയിരുന്നു. അപ്പോൾ എത്രത്തോളം ഉയരങ്ങളിലാണ് ടാറ്റ ഇപ്പോൾ നിൽക്കുന്നതെന്ന് നമുക്കറിയാം. എത്ര ഉയരത്തിൽ പോയാലും എത്ര വാഹനങ്ങൾ ലോകോത്തര നിലവാരത്തിൽ നിർമ്മിച്ചാലും ഈ കാണുന്ന ടാറ്റ സഫാരിയോളം എത്തുമെന്ന് എനിക്ക് തോന്നുന്നില്ല. 1986-ലാണ് ടാറ്റ ടെൽക്കോയിൽ നിന്നും ആദ്യമായിട്ടൊരു വാഹനം പുറത്തിറങ്ങുന്നത്. അതിന്റെ പേര് 407 എന്നായിരുന്നു. ആകാശദൂത് സിനിമയിലെ NF വർഗീസിന്റെ വണ്ടി അതായിരുന്നു. നമ്മുടെ വീടിനടുത്തുള്ള പാൽ സൊസൈറ്റികളിൽ ഈ അടുത്ത കാലം വരെ പാല് കൊണ്ടുപോകാൻ വന്നിരുന്ന വാഹനം ഈ 407 വാഹനമായിരുന്നു. അന്ന് ആ വാഹനം വലിയൊരു വിജയമായിരുന്നു. അതുവരെ ഇറക്കിയിരുന്ന മറ്റ് കമ്പനികളുടെ വാഹനങ്ങളെല്ലാം പിന്തള്ളിക്കൊണ്ടായിരുന്നു 407ന്റെ ഒരു കുതിപ്പ്. അതിനുശേഷം 1988-ൽ ടാറ്റയുടെ അടുത്ത വാഹനം ഇറങ്ങി. അത് ഒരു ചെറിയൊരു പിക്കപ്പായിരുന്നു. 206 എന്നൊരു പിക്കപ്പായിരുന്നു. വലിയ വിജയമൊന്നും അത് ഉണ്ടായില്ല. അതിനുശേഷം ടാറ്റ ഇറക്കുന്ന ഫസ്റ്റ് SUV അത് 1991-ൽ അത് ടാറ്റ സീറോ ആയിരുന്നു. അത് കാര്യമായി തന്നെ മാർക്കറ്റ് പിടിച്ച് കുലുക്കി എന്നുള്ളതാണ്. കാരണം അതിൻ്റെ ബാക്കിലെ ആ ചെരിഞ്ഞിറങ്ങുന്ന ഒരു ഗ്ലാസ് സെറ്റപ്പ്, ഒരു കർവ് ഗ്ലാസ് സെറ്റപ്പും മൊത്തത്തിൽ അതിൻ്റെ ലുക്ക് കൊണ്ടും എല്ലാവർക്കും ആ വാഹനം ഇഷ്ടപ്പെട്ടു, പ്രത്യേകിച്ച് സെലിബ്രിറ്റികൾ. 1993-ലാണ് ടാറ്റ എസ്റ്റേറ്റ് എന്നൊരു വാഹനം ഇറക്കുന്നത്. അതിൻ്റെ രൂപവും വലിയ കാര്യമായിട്ടൊന്നും വലിയ സ്വീകാര്യത നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റുകളിൽ ഉണ്ടായിരുന്നില്ല. കാരണം അതൊരു ഏച്ച് കെട്ടിയ പോലത്തെ ഒരു ലുക്കായിരുന്നു. അതിൻ്റെ പുറകിലേക്ക് നീണ്ടിട്ടുള്ള ഒരു ലുക്കും വലിയ കാര്യമായ സ്വീകാര്യതയൊന്നും അതിന് കിട്ടിയിരുന്നില്ല. അതിനുശേഷം 1995-ലാണ് ടാറ്റ സുമോ ഇറങ്ങുന്നത്. അത് വമ്പൻ ഹിറ്റായിരുന്നു. ബോക്സി ലുക്കായിരുന്നെങ്കിലും ആ കാലഘട്ടത്തിൽ ഇറങ്ങിയിരുന്ന എല്ലാ വാഹനങ്ങളിലും വെച്ച് ഏറ്റവും നല്ലൊരു വാഹനമായിരുന്നു ടാറ്റ സുമോ. പിന്നീട് സുമോയുടെ പല പല വേർഷൻസുകൾ ഇറങ്ങിയിരുന്നു. അതിലേക്ക് നമുക്ക് പിന്നെ വരാം, വേറൊരു വീഡിയോ നമുക്ക് ചെയ്യാം. അതിനുശേഷമാണ് ടാറ്റ 1995-ൽ 96 കാലഘട്ടങ്ങളിൽ ടാറ്റ സഫാരിനെ പറ്റിയിട്ട് ആലോചിക്കുന്നതും അവർക്കൊരു ഗ്ലോബൽ SUV വേണം എന്നുള്ള കാര്യത്തിൽ ടാറ്റ സഫാരിയുടെ അണിയറ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നത് 1995-96 കാലഘട്ടങ്ങളിലാണ്. അങ്ങനെ വർഷം 1998 ടാറ്റ മോട്ടോഴ്സിന്റെ എക്കാലത്തെയും മികച്ച സംഭാവനയും അവരുടെ ഒരു പൊൻതൂവൽ എന്ന് വിളിക്കാൻ പറ്റുന്ന ടാറ്റ സഫാരി എന്ന വാഹനം പിറന്നു. അന്ന് ഓട്ടോ എക്സ്പോയിൽ ഈ വാഹനത്തിനെ അവതരിപ്പിക്കും. വാഹന ലോകം മുഴുവൻ ഞെട്ടി എന്നുള്ളതാണ്. ഇതിന്റെ ആ ലുക്കും ഡിസൈനും എല്ലാം കൊണ്ടും ആ കംഫർട്ടും അന്ന് കൊടുക്കാൻ പറ്റുന്നത് വെച്ചുള്ള ഏറ്റവും നല്ല ഫീച്ചേഴ്സാണ് ടാറ്റ അന്ന് ഈ സഫാരിയിൽ കൊണ്ടുവന്നത്. അന്ന് ഇറങ്ങിയ ആ വാഹനം ടൈപ്പ് 1 എന്നറിയപ്പെട്ടിരുന്നു. അതിൽ TCIC എഞ്ചിനുമായിട്ടാണ് ടാറ്റ വന്നത്. 90 bhp ആയിരുന്നു അതിന്റെ പവർ. 2 ടൺ വെയിറ്റ് ഉണ്ടായിരുന്ന വാഹനമാണ്. അതുപോലെ തന്നെ പൊളിറ്റീഷ്യൻസ്, ആക്ടേഴ്സ്, അങ്ങനെ മന്ത്രിമാർ, സെലിബ്രിറ്റികളായിരുന്നു ഈ വാഹനത്തിനെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചിരുന്നത്. സാധാരണക്കാരന് അന്ന് വാഹനം എന്നുള്ളത് ഒരു സ്വപ്നം പോലും കാണാൻ പറ്റാത്ത ഒരു കാലഘട്ടമായിരുന്നു. അന്നത്തെ ടാറ്റയുടെ ഈ സഫാരിയുടെ പരസ്യങ്ങൾ ഒരുപാട് സ്വീകാര്യത ജനങ്ങൾക്കിടയിൽ എത്തിയിരുന്നു. കുന്നും മലയും കയറി പോകുന്നതും വെള്ളത്തിൽ കൂടെ പോകുന്നതും അതൊക്കെയായിരുന്നു ഇതിന്റെ പരസ്യങ്ങളിൽ നിറഞ്ഞു നിരുന്നത്. ഇപ്പോൾ ടാറ്റ മോട്ടോഴ്സ് ഇറക്കുന്ന പരസ്യങ്ങൾ പോലും അന്നത്തെ ഈ സഫാരിയുടെ പരസ്യങ്ങളിൽ അത്രയ്ക്ക് എത്തുന്നില്ല എന്നുള്ളതാണ് വേറൊരു സത്യം. ശരിക്കും ആ പരസ്യങ്ങളിൽ കൂടെ ടാറ്റ അവതരിപ്പിച്ചത് നമ്മളുടെ തന്നെ സ്വപ്നങ്ങളായിരുന്നു. ശരിക്കും നമ്മളുടെ സ്വപ്നങ്ങൾ വിൽക്കുക എന്ന് പറയില്ലേ, അതായിരുന്നു ടാറ്റ അവരുടെ പരസ്യങ്ങളിൽ കൂടെ അവതരിപ്പിച്ചത്. മറ്റുള്ള കമ്പനികൾ അവരുടെ മൈലേജും അവരുടെ പെർഫോമൻസും ഒക്കെ പറയുമ്പോൾ ടാറ്റ അവരുടെ വാഹനത്തിനെ സഫാരിനെ അവതരിപ്പിച്ചത് ഏത് കുന്നും മലയും കയറി പോകാവുന്ന, ഏത് ടെറൈനിലും ഉപയോഗിക്കാൻ പറ്റാവുന്ന ഒരു വാഹനമായിട്ടാണ് ടാറ്റ അവരുടെ സഫാരിനെ അവതരിപ്പിച്ചത്. അന്ന് ഓട്ടോ എക്സ്പോയിൽ അവതരിപ്പിച്ചിരുന്ന സഫാരിക്ക് ഹെഡ്ലാമ്പിൽ വാഷർ യൂണിറ്റ് വരെ ഉണ്ടായിരുന്നു. പക്ഷെ നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റുകളിൽ ഇറങ്ങിയിരുന്ന സഫാരിയിൽ അത് പിന്നീട് കണ്ടില്ല. ഞാൻ പല വാഹനങ്ങളും നോക്കി, എവിടെയും കാണാൻ സാധിച്ചില്ല. ചിലപ്പോൾ കയറ്റുമതി ചെയ്ത പല വാഹനങ്ങളിൽ ഒരുപക്ഷെ ഉണ്ടായിട്ടുണ്ടായിരിക്കാം. അപ്പോൾ നമ്മളൊന്ന് ഓർക്കണം,
1998 വരെ ആ വർഷത്തിൽ ടാറ്റ അതെല്ലാം കൊണ്ടുവരാൻ ശ്രമിച്ചു എന്നുള്ളതാണ്. അന്ന് ഈ സഫാരി ഇറങ്ങുമ്പോൾ ഇതിന്റെ വില എന്ന് പറയുന്നത് 8,15 ലക്ഷം രൂപയായിരുന്നു. ലിമിറ്റഡ് എഡിഷൻ കൂടെ ഇറക്കിയിരുന്നു. അത് 5 സീറ്റർ വാഹനമായിരുന്നു. അതിൽ സോണിയുടെ പ്ലേ സ്റ്റേഷനും പിന്നെ ഒരു ഫ്രിഡ്ജും ഒക്കെയുള്ള ഒരു ചെറിയൊരു കാരവാൻ സെറ്റപ്പ് അന്ന് ടാറ്റ കൊണ്ടുവന്നിരുന്നു എന്നുള്ളതാണ്. പക്ഷെ അത് അധികം വിറ്റൊന്നും പോയിരുന്നില്ല. പിന്നെ വേറൊരു മോഡലും കൂടെ ആ സമയത്ത് ഇറങ്ങിയിരുന്നു. അതിൽ VCD പ്ലെയർ മാറി DVD പ്ലെയർ വന്നു. അങ്ങനെയുള്ള ചില ചില കോസ്മെറ്റിക് പരമായ ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ ടാറ്റ എപ്പോഴും കൊണ്ടുവരാൻ ശ്രമിച്ചിരുന്നു, ഓരോ 6 മാസം കൂടുമ്പോഴും. നമുക്ക് ഇപ്പോഴും പല സഫാരികളിലും എടുത്ത് നോക്കുമ്പോൾ ചില ചില വ്യത്യാസങ്ങൾ എല്ലാ സഫാരിയുടെ ഇന്റീരിയറിലും എക്സ്റ്റീരിയറിലും കാണുന്നുണ്ട്. പ്രത്യേകിച്ച് ബോഡി പാനലുകളിൽ ഒരു പ്ലാസ്റ്റിക്കിന്റെ ചെറിയൊരു സംഭവം ആദ്യകാലങ്ങളിൽ പോയിരുന്നെങ്കിലും പിന്നെ അത് കുറച്ച് കനത്തിലുള്ള ഒരു പ്ലാസ്റ്റിക്കിന്റെ ഒരു ഫിനിഷിങ് വന്നു. പിന്നെ അതൊരു ക്ലാഡിംഗ് ആയി മാറി. അങ്ങനെ പല പല വ്യത്യാസങ്ങൾ പല വാഹനം സംഭവിച്ചു. ഇതില് അതുപോലെ ബോഡിയിൽ ക്ലാഡിങ്ങും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. വർഷം 2005 ടാറ്റ അടുത്ത സഫാരിനെ ഇറക്കി. അതായിരുന്നു ടൈപ്പ് 2 എന്ന് പറയുന്നത്. അതിൽ രസകരമായ ഒരു കാര്യം ടാറ്റ കൊണ്ടുവന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ടാറ്റ ഇറക്കിയിരുന്ന 407, അതായത് 407 എഞ്ചിൻ എടുത്തിട്ട് ഈ കാണുന്ന സഫാരിയിൽ കയറ്റി വെച്ചു. അത് 3 ലിറ്റർ എഞ്ചിനായിരുന്നു. അതിൽ പെട്രോൾ വേർഷനും വന്നിരുന്നു. എന്തുകൊണ്ടാണ് ടാറ്റ അങ്ങനെ ചെയ്തതെന്ന് എനിക്ക് ആലോചിച്ചിട്ട് ഒട്ടും മനസ്സിലായില്ല. ആഹ് അത് ഒരുപാട് ഫാൻസ് ആ വാഹനത്തിന് ഇപ്പോഴും ഉണ്ട്. കാരണം അതിന്റെ പവർ പറയാലോ. ഇപ്പോൾ 3 ലിറ്റർ എഞ്ചിനെടുത്ത് കയറ്റാന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് ചിന്തിക്കാലോ. പക്ഷെ അധികം വണ്ടി ഇറങ്ങിയിരുന്നില്ല ആ സമയങ്ങളിലൊക്കെ. ഈ സഫാരി വാഹനങ്ങൾ ഇറങ്ങുന്നത് എല്ലാം ഒറ്റ മോഡലായിരുന്നു. അതായത് ഇപ്പൊ ഈ കാണുന്ന പോലത്തെ ടോപ്പ് എൻഡ് അല്ലെങ്കിൽ ബേസ് മോഡല് പല പല വേരിയൻസ് അന്നൊന്നും അതുണ്ടായിരുന്നില്ല. ആ 2005 ആയപ്പോഴേക്കും VX, EX, LX അങ്ങനെയുള്ള പല പല മോഡലുകൾ അന്ന് വന്നിരുന്നു. കാരണം ആ സമയത്തൊക്കെ ആയപ്പോഴേക്കും മാരുതി നല്ലൊരു സ്വാധീനം ഇന്ത്യൻ മാർക്കറ്റുകളിൽ ചെലുത്തിയിരുന്നു. അപ്പോൾ അവരുടെ ഈ പല പല മോഡലുകൾ അങ്ങനത്തെ വേരിയൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ EX, LX അങ്ങനെയുള്ള മോഡലുകളൊക്കെ ആ സമയത്താണ് ജനിച്ചത്. ഫോണ്ട് AC, അതുപോലെ തന്നെ ഫ്രണ്ടിലെ 2 സീറ്റിന്റെ നടുക്കായിട്ട് ബാക്കിലേക്ക് AC കിട്ടാവുന്ന തരത്തിലുള്ള ഇപ്പൊ കാണുന്ന എല്ലാ വണ്ടികളും കാണുന്ന പോലുള്ള സംഭവങ്ങൾ അന്ന് ടാറ്റ ഈ വണ്ടിയിൽ കൊണ്ടുവന്നിരുന്നു. വർഷം 2007 ടാറ്റയുടെ ടൈപ്പ് C എന്ന് വിളിക്കാൻ പറ്റുന്ന, അതായത് ഇപ്പൊ ഈ കാണുന്ന മോഡൽ ടൈപ്പ് സിയിൽ പെടുന്ന മോഡലാണ്. 2.2 ലിറ്റർ ഡൈക്കോർ എഞ്ചിനെ ഇറക്കി. ഈ വണ്ടി വന്നപ്പോൾ കുറച്ചും കൂടെ സ്റ്റൈലിഷായി, കുറച്ചും കൂടെ മോഡേൺ ആയി, ലുക്കിലൊക്കെ കുറച്ച് മാറ്റങ്ങൾ സംഭവിച്ചു. കുറച്ചും കൂടെ എയറോഡൈനാമികത ഈ വാഹനത്തിന് സംഭവിച്ചു. മൊത്തത്തില് ഈ ടാറ്റ സഫാരിയുടെ ആ ഒരു ജേണി നോക്കുകയാണെങ്കിൽ നല്ല ഒരു വൃത്തിയും ഭംഗിയുള്ള ഒരു മോഡലായിരുന്നു ടൈപ്പ് C എന്ന് പറയുന്ന ഈ 2.2 ലിറ്ററിന്റെ ഡൈക്കോർ എഞ്ചിൻ. ഇത് 4x4 വണ്ടിയാണ്. പിന്നെ ആ സമയമൊക്കെ ആയപ്പോഴേക്കും സ്കോർപിയോ ഒരുപാട് വിജയക്കുതിപ്പോട് പോകുന്നൊരു സമയമായിരുന്നു സ്കോർപിയോ. അതൊക്കെ ടാറ്റ സഫാരിയുടെ മുന്നോട്ടുള്ള പോക്കിന് ഒരുപാട് ബുദ്ധിമുട്ട് സംഭവിച്ചു. സ്കോർപിയോ അന്ന് 5 ലക്ഷം രൂപയ്ക്കായിരുന്നു അവരുടെ വാഹനം പരിവിറ്റത്. അപ്പോഴും സഫാരിയുടെ വില എന്ന് പറയുന്നത് 10-11 ലക്ഷം രൂപയുടെ താഴെയായിരുന്നു അതിന്റെ വില വന്നിരുന്നത്. അപ്പോഴും പലർക്കും സ്കോർപിയോയിലേക്ക് പോകേണ്ട വന്നു. കാരണം അതിന്റെ ലുക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ പോകേണ്ട വന്നു. നമുക്ക് സ്കോർപിയോന്റെ വേറൊരു വീഡിയോ നമുക്ക് ചെയ്യാം. അതൊന്ന് സഫാരിയിലേക്ക് വരാം. അങ്ങനെ 2007 ടൈപ്പ് C നല്ല രീതിയിൽ തന്നെ പോയിക്കൊണ്ടിരുന്നു. പക്ഷേ അതിനു മുമ്പ് വരെ ഉണ്ടായിരുന്ന വണ്ടികളിലെല്ലാം എഞ്ചിൻ പരമായ കാര്യങ്ങളിൽ പല പല ഫോൾട്ടുകൾ സംഭവിച്ചിരുന്നു. പക്ഷേ 2007, 2008 കാലഘട്ടം ആയപ്പോഴേക്കും അതെല്ലാം ടാറ്റ പരിഹരിച്ചുകൊണ്ട് മുന്നോട്ട് പോയി. പക്ഷേ 2011 ആയപ്പോഴേക്കും ടാറ്റയ്ക്ക് ഈ മോഡൽ നിർത്തേണ്ട ഒരു അവസ്ഥ വന്നു. കാരണം ആ സമയപ്പോഴേക്കും XUV 500 മഹേന്ദ്ര ഇറക്കി. അതും വലിയൊരു വിജയക്കുതിപ്പായിരുന്നു. ഇതിനിടയിൽ പറയാൻ വിട്ടുപോയ ഒരു കാര്യമുണ്ട്. 2001 ആയപ്പോഴേക്കും ഇൻഡിക എന്നൊരു മോഡൽ ടാറ്റ ഇറക്കിയിട്ടുണ്ടായിരുന്നു. വലിയ വിജയമൊന്നും ആയില്ലെങ്കിലും അത്യാവശ്യം അതൊക്കെ വിറ്റുപോയി. അപ്പോഴേക്കും ടാറ്റ ഈ കാർ നിർമ്മാണ രംഗത്ത് സജീവമായി കഴിഞ്ഞിരുന്നു ഏകദേശം. പക്ഷെ ഇൻഡിക വിറ്റുപോയെങ്കിലും വലിയൊരു വിജയം ആയില്ല ആ വാഹനം. അതിന്റെ രൂപവും ഭാവമൊക്കെ ആൾക്കാർക്ക് അത്ര അങ്ങോട്ട് സ്വീകാര്യത ഉണ്ടായിരുന്നില്ല. അപ്പോ നമുക്ക് നേരെ ഇവിടേക്ക് വരാം. 2011. അപ്പോൾ ഈ XUV 500 ഒരു 10 ലക്ഷം രൂപയ്ക്ക് അന്ന് വിറ്റുപോയിരുന്ന ഒരു കാലമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ടാറ്റയ്ക്ക് ഈ മോഡൽ നിർത്തി പുതിയ ഒരു മോഡൽ പരീക്ഷിക്കേണ്ട ഒരു ഇതിലേക്ക് ടാറ്റ വന്നു. അങ്ങനെയാണ് ടാറ്റ ടൈപ്പ് 4 എന്ന് വേണമെങ്കിൽ നമുക്ക് വിളിക്കാം. അതായത് പഴയ ബോഡി എടുത്തിട്ട് പുതിയ ചേസിൽ ഫിറ്റ് ചെയ്തുകൊണ്ട് 2011-12 സമയത്ത് സഫാരി സ്റ്റോം എന്നൊരു വാഹനത്തിനെ ഇറക്കി. ആക്ച്വലി ആ വാഹനം നല്ല സ്റ്റൈലിഷ് ആയിരുന്നു, നല്ല ഭംഗിയായിരുന്നു. ഇന്റീരിയറിൽ വുഡ് പാനൽസ് ഒക്കെ കൊണ്ടുവന്നിരുന്നു.
അതുപോലെ തന്നെ സ്റ്റിയറിംഗ് ഒക്കെ കുറച്ച് ചെറുതായി സ്പോർട്ടി ലുക്കായി. ഇന്റീരിയർ പാടെ മാറി നല്ല ഭംഗിയുള്ള ഇന്റീരിയറും കാര്യങ്ങളൊക്കെ തന്നെയായിരുന്നെങ്കിലും ആ വാഹനത്തിനെ പലരും ഇഷ്ടപ്പെട്ടിരുന്നില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരുവിധം എല്ലാ കമ്പനിക്കാരും ചെയ്യുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ പഴയ ചേസിൽ പുതിയ ബോഡി എടുത്ത് കയറ്റലാണ് ചെയ്യാറ്. പക്ഷെ ടാറ്റ നേരെ തിരിച്ചാണ് ചെയ്തത്. പുതിയ ചേസും പഴയ ബോഡി. ആ ഒരു വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റിയറിൽ സ്റ്റെപ്പിന് ടയർ ഉണ്ടായിരുന്നില്ല, അത് അടിയിലാണ് കൊടുത്തിരുന്നത്. ഈ കാണുന്ന മോഡലിന് ബാക്കിലാണുള്ളത്, അതിന് അടിയിൽ കൊടുത്തു. പിന്നെ വലിയ കാര്യമായ വ്യത്യാസങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഫ്രണ്ടിൽ ബോണറ്റിൽ ചെറിയൊരു ഡിസൈൻ കട്ടിങ് വന്നു, ഗ്രില്ലിൽ ചെറിയൊരു മാറ്റം സംഭവിച്ചു, ഫോഗലാമ്പ് യൂണിറ്റ് റൗണ്ടിൽ വന്നു. ഇതിന്റെ ഒരു ബൂമറാങ് ലുക്ക് ആണെങ്കിൽ അതിന്റെ ഒരു റൗണ്ടിലായിരുന്നു വന്നിരുന്നത്. അങ്ങനെ കുറച്ച് മാറ്റങ്ങൾ മാത്രമാണ് ഈ സഫാരി സ്റ്റോമിൽ വന്നത്. പക്ഷേ ടാറ്റ ഒട്ടും വിട്ടുകളയുന്നില്ല. സ്റ്റോമിന്റെ തന്നെ വേരിക്കോർ ഇറങ്ങി, വേരിക്കോർ 400 ഇറങ്ങി. അപ്പോഴേക്കും മഹേന്ദ്ര XUV എന്ന മോഡലിൽ കൊണ്ടുവരാൻ പറ്റാവുന്ന എല്ലാ സാധനങ്ങളും കൊണ്ട് മാർക്കറ്റ് മുഴുവൻ അവർ കൈയടക്കിയിട്ടുണ്ടായിരുന്നു. സ്വാഭാവികമായിട്ടും 2019 ടാറ്റയ്ക്ക് സഫാരി എന്നൊരു മോഡൽ തന്നെ നിർത്തേണ്ട ഒരു അവസ്ഥ വന്നു. കാരണം സഫാരി സ്റ്റോം ഒരു പരാജയമായിരുന്നു. വണ്ടി എന്തുകൊണ്ടും നല്ലതായിരുന്നു. ഇപ്പോ സെക്കൻഡ് ഹാൻഡ് മാർക്കറ്റിലൊക്കെ അത്യാവശ്യം നല്ല വിലയുണ്ട്. 5 ലക്ഷം മുതൽ 8 ലക്ഷം 9 ലക്ഷം വരെ നല്ല വണ്ടികൾക്ക് സെക്കൻഡ് ഹാൻഡ് മാർക്കറ്റിൽ ഇപ്പോൾ ആ വണ്ടിക്ക് വിലയുണ്ട്. പക്ഷേ അന്ന് ആ വണ്ടി ഒരു പരാജയം, പൂർണ്ണ ഒരു പരാജയം തന്നെയായിരുന്നു. അങ്ങനെ ഇരിക്കെ 2019 ടാറ്റ അവരുടെ സഫാരി എന്ന മോഡലിനെ നിർത്തി. പിന്നീട് കുറച്ചും കൂടെ കഴിഞ്ഞു, 2021 ആയപ്പോഴേക്കും വീണ്ടും സഫാരി പുതിയ മോഡലിനെ ഇറക്കി. പക്ഷെ അതൊരു പുതിയൊരു മോഡൽ തന്നെയായിരുന്നു. അതായത് നമ്മൾ അതിനു മുന്നേ കണ്ടിരുന്ന ഹാരിയറിൽ കുറച്ച് 2 സീറ്റ് കയറ്റി വെച്ചിട്ട് കുറച്ച് ബാക്കിലേക്ക് വലിച്ചു നീട്ടി ഉണ്ടാക്കി എന്നായിരുന്നു എല്ലാവരും പറഞ്ഞിരുന്നത്. കാരണം നമ്മൾ ഹാരിയർ കണ്ടുവന്നിരുന്നു, ആ ഹാരിയറിനെ കുറച്ചും കൂടെ വലുതാക്കി സഫാരിയാക്കി ഇറക്കി. ഒരു പക്ഷേ സഫാരി ആ സഫാരിയും ഒരു നോർമൽ ഒരു വിജയം തന്നെ, നോർമൽ സെയിൽസ് തന്നെ ഉള്ളൂ. ഇപ്പോഴും അത് വണ്ടി ഉണ്ട്, വണ്ടി നിർത്തിയിട്ടൊന്നുമില്ല. പക്ഷെ വലിയൊരു വിജയം ആവാൻ കഴിഞ്ഞില്ല. കാരണം ഇതുപോലെ ഒരു സഫാരിനെ കണ്ടുകൊണ്ട് നിന്ന ആൾക്കാർക്ക് ആ ഒരു സഫാരിനെ അത്ര അക്സെപ്റ്റ് ചെയ്യാൻ സാധിച്ചിരുന്നില്ല. ഒരു പക്ഷെ വേറെ പേരിട്ട് അതിനെ ഇറക്കിയിരുന്നെങ്കിൽ നല്ലത് തന്നെ വിറ്റ് പോകുമായിരുന്നു. ടാറ്റ മോട്ടോഴ്സ് അവരുടെ അന്നു മുതൽ ഈ അവസാനം 2021 വരെ സഫാരി ഇറക്കിയ സമയത്ത് ശ്രദ്ധിച്ചിരുന്ന ഒരു കാര്യം അതിന്റെ ഡയമെൻഷനാണ്. വലിയ കാര്യമായ വ്യത്യാസമൊന്നും അവരെ ഡയമെൻഷനിൽ വരുത്തിയിരുന്നില്ല. അന്ന് ഈ വാഹനം ഇറങ്ങുമ്പോൾ തന്നെ ഇതിന്റെ ലെങ്ത് 4650 മില്ലിമീറ്റർ ആണ്. ഇപ്പോൾ ഇറങ്ങുന്ന ലേറ്റസ്റ്റ് സഫാരിയിൽ വരെ ഏകദേശം ഈ ലെങ്ത് തന്നെയാണ് അവർ കീപ്പ് ചെയ്ത് വരുന്നത്. സഫാരി സ്റ്റോമിൽ 4655 ആയിരുന്നു ലെങ്ത് വരുന്നത്. അതുപോലെ തന്നെ വിത്തിൽ ചെറിയൊരു മാറ്റം സംഭവിച്ചു. സ്റ്റോമിലേക്ക് വന്നപ്പോൾ കുറച്ച് കുറഞ്ഞു, ഇതിൽ ഇത്തിരി കുറച്ച് വിത്ത് കൂടുതലാണ്. അതുപോലെ തന്നെ ഹൈറ്റ് ഇതിന്റെ വരുന്നത് 1925 മില്ലിമീറ്റർ ആണെങ്കിൽ സ്റ്റോമിലേക്ക് വരുമ്പോൾ 1922 മില്ലിമീറ്റർ ആണ്. ചെറിയ ഒരു 3 മില്ലിയുടെ വ്യത്യാസമേ സംഭവിച്ചുള്ളൂ. പിന്നെ വീൽ ബേസ് ഇതിലും അതിലും പുതിയ ഈ മോഡലിലും സഫാരി സ്റ്റോമിലും 2650 മില്ലിമീറ്റർ വീൽ ബേസ് വരുന്നത്. പുതിയ സഫാരിയിൽ എനിക്ക് തോന്നുന്നു 2731 സംതിങ് ആണെന്ന് എനിക്ക് തോന്നുന്നു. അപ്പൊ കാര്യമായ വ്യത്യാസങ്ങളൊന്നും ഇവർ സൈസിന്റെ കാര്യത്തിൽ വരുത്തിയിട്ടില്ല ഇപ്പോഴും. അതെന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇന്റീരിയർ സ്പേസ് ആയാലും മൊത്തത്തിൽ റോഡ് പ്രസൻസ് എല്ലാം കൊണ്ടും ഗ്രൗണ്ട് ക്ലിയറൻസ് ആയാലും എല്ലാം കിട്ടാൻ വേണ്ടിയിട്ടാണ് ആ സ്പേസിനെ മാറ്റം വരുത്താത്തത്. പിന്നെ ഞാൻ ഈ വണ്ടി 5 വർഷമായിട്ട് ഉപയോഗിക്കാന്ന് പറഞ്ഞല്ലോ. ഈ വണ്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ആദ്യകാലങ്ങളിൽ ഇറങ്ങിയ സഫാരിക്ക് നമുക്കൊരു 5 മുതൽ 7 വരെയായിരുന്നു മൈലേജ് കിട്ടിയിരുന്നെങ്കിൽ ഇതിലെനിക്ക് 10 മുതൽ 15 വരെ മൈലേജ് കിട്ടുന്നുണ്ട്. പിന്നെ ഇങ്ങനത്തെ ഒരു വാഹനമൊക്കെ നമ്മൾ കൊണ്ടു നടക്കുമ്പോൾ നല്ലൊരു മെക്കാനിക്ക് നമുക്ക് വിളിച്ച വെളിപ്പുറത്തുണ്ടായിരിക്കണം, ഇല്ലെങ്കിൽ 8ന്റെ പണി കിട്ടും. കാരണം ഇത് ഒരുപാട് ഹെവിയാണ്, ഏകദേശം 2 ടണ്ണോളം ഭാരമുള്ള ഒരു വാഹനമാണ്. അതുപോലെ തന്നെ അത്രയും ഡ്രൈവിംഗ് കംഫർട്ടും യാത്രസുഖമൊക്കെ ഉള്ള വാഹനമാണെന്ന് പറഞ്ഞു കഴിഞ്ഞല്ലോ. അതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് പണികൾ വരും. പിന്നെ ചെറിയ ചെറിയ പണി വന്നാലും പെട്ടെന്ന് നമ്മൾ തീർത്തില്ലെങ്കിൽ അത് വലിയ പണികളിലേക്ക് പോകും. അപ്പോൾ നമുക്ക് സർവീസ് സെന്ററുകൾ മാത്രം പോരാ, തൊട്ടടുത്തുള്ള നല്ലൊരു വർക്ക്ഷോപ്പ്, ഒരു മെക്കാനിക്കുകാരനും കൂടെ കിട്ടിയാൽ മാത്രമേ ഇങ്ങനെയുള്ള വാഹനങ്ങൾ കൊണ്ടുപോകാൻ പറ്റുള്ളൂ. പിന്നെ ഇതിന്റെ പാർട്സിനൊക്കെ അത്യാവശ്യം നല്ല വിലയും ഉണ്ട്. പിന്നെ ഇപ്പൊ ഈ വണ്ടിയിലാണെങ്കിൽ തന്നെ നമ്മൾ ഡോറും കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഡോറിൽ റിഫ്ലക്ടർ വരുന്നുണ്ട്. സോറി, റിഫ്ലക്ടർ അല്ല, അത് ലൈറ്റ് ആണ്. ഡോറ് തുറക്കുമ്പോൾ ലൈറ്റ് വരും, ഡോർ തുറന്ന് കിടക്കുമ്പോൾ ലൈറ്റ് കത്തും. അതുപോലെ തന്നെ അതിൽ നമുക്ക്
ഡോർ പാഡിനകത്ത് വുഡിന്റെ ഫിനിഷിങ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ പവർ ബട്ടന്റെ സ്വിച്ച് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ സേഫ്റ്റിക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ടാറ്റ എല്ലാ വണ്ടിയിലും കൊടുക്കുന്നുണ്ടെങ്കിലും ഇത് കുറച്ചും കൂടെ ഒരു കരുത്തുറ്റ ഒരു വാഹനമാണ്. ഇതിന്റെ ബോഡി കാര്യങ്ങളെല്ലാം 2 എയർ ബാഗ് ടാറ്റ ഇതിനകത്ത് കൊണ്ടുവന്നിരുന്നു. അത് തന്നെ മ്യൂസിക് സിസ്റ്റം ഒരു നോർമൽ മ്യൂസിക് സിസ്റ്റം ആയിട്ട് തന്നെയാണ് ടാറ്റ ഇതിനെ കൊണ്ടുപോയിരുന്നത്. വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. പിന്നെ ഡാഷ്ബോർഡിൽ നിന്നും ഡോറിൽ നിന്നും AC കണക്റ്റഡ് ആവാനായിട്ടുള്ള ഒരു സെറ്റപ്പ് ടാറ്റ ഇതിനകത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അത് വേറൊരു വാഹനങ്ങളിലും അതില്ല. ടാറ്റയുടെ തന്നെ വാഹനങ്ങളിലും അത് ഇല്ല. പിന്നെ അതുപോലെ തന്നെ വൈപ്പറിനകത്ത് വാഷർ ആ സിസ്റ്റം കൊണ്ട് 1998 വാഹനം ഇറങ്ങുമ്പോൾ ഇതെല്ലാം അതിനകത്ത് ഉണ്ടായിരുന്നു. പിന്നെ ഇതിന്റെ ഹെഡ്ലൈറ്റ് എടുത്തുകൊണ്ട് ചില വാനുകളൊക്കെ ഫിറ്റ് ചെയ്യുന്ന ഒരു ഇതും കൂടെ ആദ്യകാലങ്ങളൊക്കെ കണ്ടിരുന്നു. പിന്നെ പാർക്കിംഗ് സെൻസേഴ്സ് പോലുള്ള കാര്യങ്ങൾ, റിവേഴ്സ് ക്യാമറ, അതൊക്കെ ഇതിനകത്ത് പിന്നീടുള്ള വാഹനങ്ങളിൽ കൊണ്ടുവന്നിരുന്നു. അതായത് ഒരു 6 മാസം കൂടുമ്പോഴുള്ള ഓരോ വാഹനം ഇറങ്ങുമ്പോഴും അതിനകത്ത് പല പല മാറ്റങ്ങൾ ടാറ്റ കൊണ്ടുവരാൻ ശ്രമിച്ചിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഓഫ് റോഡ് യാത്രകൾ കാര്യങ്ങൾ എല്ലാം കൊണ്ടും നല്ലൊരു വാഹനമാണ് ഈ കാണുന്ന ടാറ്റ സഫാരി എന്ന ഈ വാഹനം. അപ്പോൾ നമുക്ക് ഓടിച്ചുകൊണ്ട് കുറച്ച് കാര്യങ്ങൾ ഒന്ന് പറഞ്ഞാലോ. ഈ സഫാരിയുടെ ഒരു പ്രധാന കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഉയർന്നിരിക്കുന്ന സീറ്റിംഗ് പൊസിഷൻ. നമ്മളൊരു ആനപ്പുറത്ത് ഇരിക്കുന്ന ഒരു ഫീലാണ് നമുക്ക് ഇവിടെ ഇരുന്ന് ഓടിക്കുമ്പോൾ കിട്ടുക. അത് തന്നെ നമ്മളുടെ മുന്നിലും പുറകിലും എത്ര വില കൂടി വാഹനം ഉണ്ടെങ്കിലും റോഡിലെ ആൾക്കാരെ ശ്രദ്ധ മുഴുവൻ നമ്മളുടെ ഈ വാഹനത്തിലേക്ക് ആയിരിക്കും. പിന്നെ നമുക്കിതിപ്പോ 1998 ഇറക്കുമ്പോഴുള്ള എല്ലാ ഫീച്ചേഴ്സും നമുക്ക് ഇതിനകത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ 360 ഡിഗ്രി ക്യാമറ അതുപോലെയുള്ള സംഭവങ്ങളൊന്നും ഇതിൽ കൊണ്ടുവന്നിട്ടില്ല. ഞാൻ പക്ഷേ ഇതിനകത്ത് റിവേഴ്സ് ക്യാമറ ആഡ് ചെയ്തിട്ടുണ്ട്. നമുക്കിവിടെ മിററിൽ സ്ക്രീനിൽ നമുക്കത് കാണാൻ സാധിക്കും. പിന്നെ ഇതൊരു 4x4 വാഹനമാണെങ്കിലും ഇന്നേ വരെ ഇതിന്റെ 4x4ന്റെ ബട്ടൺ പോലും ഞാൻ ചേഞ്ച് ചെയ്തിട്ടില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ 4x2 തന്നെ നമുക്ക് അത്യാവശ്യം എല്ലാ ടെറൈനിലും നമുക്ക് ഓടിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇതിനെ ടാറ്റ നിർമ്മിച്ച് വെച്ചിരിക്കുന്നത്. പിന്നെ സസ്പെൻഷന്റെ കാര്യം നേരത്തെ പറഞ്ഞിരുന്നു, അസാധ്യമായൊരു സസ്പെൻഷൻ സെറ്റപ്പാണ്. അതുകൊണ്ട് തന്നെ ബാക്ക് സീറ്റ് യാത്രകൾ ഭയങ്കര ഒരു യാത്ര സുഖം കിട്ടും. നമ്മളെ ഒട്ടും പഠിപ്പിക്കില്ല. നല്ല സന്തോഷം തരുന്ന ഒരു യാത്ര സുഖമാണ് ബാക്ക് സീറ്റിൽ നിന്ന് കിട്ടുക. അതുപോലെ തന്നെ ആംറസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ബാക്ക് സീറ്റിൽ ആംറസ്റ്റ് ഉണ്ട്, ഫ്രണ്ടിലുണ്ട്. ഫ്രണ്ടിൽ ആംറസ്റ്റ് മാത്രമേ ഉള്ളൂ, ഗ്ലോ ബോക്സ് ഇല്ല. ഡ്രൈവർക്കും കോ ഡ്രൈവർക്കും കൊടുത്തിട്ടുണ്ട്. അതിൽ ബാക്ക് സീറ്റിൽ ആംറസ്റ്റും 2 കപ്പ് ഹോൾഡേഴ്സും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഡിക്കി സ്പേസ്, നമ്മളൊരു ബാക്കിൽ 2 സീറ്റ് വരുന്നുണ്ട്. ആ 2 സീറ്റിൽ ആൾ ഇരുന്നില്ലെങ്കിൽ നമുക്കത് ആ സീറ്റിനെ മടക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അത് മടക്കിയിട്ട് ഒരുപാട് സാധനങ്ങൾ ഡിക്കിയിൽ വെക്കാൻ പറ്റും. ആ സീറ്റിൽ ആൾക്കാർ ഇരിക്കുന്നുണ്ടെങ്കിൽ കൂടെ തന്നെയും വലിയ കുഴപ്പമില്ലാതെ നമുക്ക് സാധനങ്ങളൊക്കെ കയറ്റാം. പിന്നെ സീറ്റ് സ്ലാൻഡ് ചെയ്യാനുള്ള പൊസിഷനും കാര്യങ്ങളും അതൊന്നും കൊടുത്തിട്ടില്ല. പിന്നെ ഇതിന്റെ അപ്പോൾസ്റ്ററി തന്നെ നല്ലൊരു അപ്പോൾസ്റ്ററിയാണ്. പിന്നെ റൂഫ് മൗണ്ട് AC അതിന്റെ പേര് തന്നെ പെട്ടെന്ന് നമുക്കിത് വണ്ടി കൂളാവുന്നതാണ്. ഏകദേശം ഒരു 40 സെക്കൻഡ് ആകുമ്പോഴേക്കും വണ്ടി നല്ലൊരു കൂളിങ്ങിലേക്ക് മാറുന്നുള്ളതാണ്. ഈ വാഹനമൊക്കെ കൊണ്ടു നടക്കുമ്പോൾ നല്ലൊരു മെക്കാനിക്ക് നമ്മുടെ കയ്യിൽ വേണം. കയ്യിൽ എന്ന് വെച്ചാൽ നമ്മൾ വിളിപ്പുറത്ത് നല്ലൊരു മെക്കാനിക്ക് ഒരു സെറ്റപ്പ് ഉണ്ടെങ്കിൽ മാത്രമേ ഇങ്ങനത്തെ വണ്ടിയൊക്കെ നമുക്ക് എടുത്തിട്ട് കാര്യമുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ശരിക്കും പെടും. പിന്നെ ഇത് വഴിയിലൊക്കെ പെടാണ്ട് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് ഇതിന്റെ മെയിൻ്റനൻസും കാര്യങ്ങളൊക്കെ ചെയ്താൽ മാത്രമേ വഴിയിലൊന്നും പെടാതെ ഈ വാഹനം എടുക്കുള്ളൂ. എനിക്ക് ഈ വാഹനം ഇന്നേവരെ വഴിയിലൊന്നും പെട്ടിട്ടില്ല. പ്രോപ്പറായിട്ട് നമ്മൾ കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്. പാർട്സൊക്കെ നമ്മൾ ഒറിജിനൽ പാർട്സുകൾ തന്നെയാണ് ഇടാറ്. അത് പൈസ നോക്കാറില്ല. ആ രീതിയിലാണ് ഇതിന്റെ എല്ലാ കാര്യങ്ങളും നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാറ്. ഇത്രയും വലിയ വാഹനമാണ്. ഇതിൽ ബോഡി റോൾ ഇല്ല എന്ന് പറഞ്ഞാൽ അതൊരു നുണയായിരിക്കും. അത്യാവശ്യം ബോഡി റോളൊക്കെ വാഹനത്തിലുണ്ട്. പക്ഷെ നമ്മളൊരു നല്ലൊരു ഹൈവേ കൂടെ ഓടിക്കുകയാണെങ്കിൽ ബോഡി റോൾ ഒട്ടും തന്നെ ഇല്ല. ചെറിയൊരു ലൈറ്റായിട്ട് മാത്രമേ ബോഡി റോൾ ഉള്ളൂ. നമ്മൾ ഉള്ളേരിയയിൽ നമ്മൾ വാഹനം ഓടിക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ ബോഡി റോൾ ഉണ്ട്. പിന്നെ ഇതൊരു ബോഡി റോളൊക്കെ ഉള്ളൊരു സെറ്റപ്പ് ആണല്ലോ ഈ ഒരു ഹൈറ്റും കാരണം. പിന്നെ ഒരു 4x4 വാഹനമാകുമ്പോൾ നമുക്ക് ബോഡി റോളൊക്കെ വേണം. എന്നാലാണ് അതിൻ്റെ ഒരു ഡ്രൈവിങ്ങിൻ്റെ ഒരു ഹരം കിട്ടുള്ളൂ. കുറച്ച് ബോഡി റോളൊക്കെ വേണം. പിന്നെ ഏകദേശം ഈ സീറ്റിംഗ് പൊസിഷനിൽ എനിക്ക് തോന്നിയിട്ടുള്ള വാഹനം എന്ന് പറയുന്നത് സ്കോർപിയോന്റെ N ആണ്. ഇങ്ങനെ ഈ ടാറ്റ സഫാരിയുടെ വിശേഷങ്ങൾ, ഞാൻ ഉപയോഗിക്കുന്ന സഫാരിയുടെയും അതുപോലെ തന്നെ സഫാരിയുടെ ഒരു ജേണി തന്നെ ഞാൻ പറഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ നമുക്ക് മറ്റൊരു ദിവസം കാണാം മറ്റൊരു വണ്ടി വിശേഷമായിട്ട്. അതുവരേക്കും എല്ലാവർക്കും നമസ്കാരം.